ഹലോ ഐസിഎൽ ഹൗസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു അടിപൊളി ബ്രിയോഷ് ബ്രെഡ് എങ്ങനെയാണ് നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് നോക്കാമേ. ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ബട്ടറി ടേസ്റ്റുള്ള ബ്രെഡാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് 120 ml നേരിയ ചൂടുള്ള പാലിലേക്ക് 2.25 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് അതിലേക്ക് സ്വല്പം പഞ്ചസാരയും കൂടെ 1 ടീസ്പൂൺ ഞാൻ ബ്രൗൺ ഷുഗറാണ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കുക. അതൊന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെക്കാം. നല്ല അടിപൊളിയായിട്ട് ഈസ്റ്റ് ഫെർമെൻ്റ് ആയിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഞാനിവിടെ ഒരു സ്റ്റാൻഡ് മിക്സർ എടുക്കുന്നത് കേട്ടോ. കാരണം കുറച്ചധികം കുഴയ്ക്കുന്നതുകൊണ്ട് സ്റ്റാൻഡ് മിക്സർ ആകുമ്പോൾ നമുക്ക് ഈസിയാണ്. ഇതിലേക്ക് നമ്മൾ 3 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുക. 3 കപ്പാണ് എടുക്കുന്നത് സ്കൂപ്പ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ 150 ഗ്രാമിൻ്റെ കപ്പാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ഫെർമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റും പാലും കൂടെ ഉള്ള മിശ്രിതം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കേണ്ട, കുറച്ച് ചേർത്താൽ മതി, ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ. പിന്നെ ഇതിലേക്ക് ഞാൻ ഡോ ഹുക്ക് ഇടുകയാണ്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ നമുക്ക് ഇതൊന്ന് കമ്പൈൻ ചെയ്ത് എടുക്കണം. ഇപ്പോൾ സ്റ്റാൻഡ് മിക്സർ ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ച് ഇതൊന്ന് കമ്പൈൻ ചെയ്തെടുക്കുക. വിസ്കിനേക്കാളും ഫോർക്കായിരിക്കും എളുപ്പം. എന്നിട്ട് കുഴയ്ക്കാൻ തുടങ്ങുക. കാരണം ഇത് ബ്രിയോഷെ ബ്രെഡ് ആയതുകൊണ്ട് ഇത് കുറച്ച് സ്റ്റിക്കി ഡോ ആയിട്ടായിരിക്കും നമ്മൾ കുഴച്ചെടുക്കുന്നത്. ഒരു 5 to 7 മിനിറ്റോളം ഇത് ഒരു മീഡിയം സ്പീഡിൽ വെച്ച് നന്നായി നമുക്ക് കമ്പൈൻ ചെയ്തെടുക്കണേ. നിങ്ങൾ ഇതേ സമയം സ്റ്റാൻഡ് മിക്സർ ഇല്ല, ഫോർക്ക് കൊണ്ടൊക്കെയാണ് ചെയ്യുന്നെങ്കിൽ അത്ര തന്നെ സമയം, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ സമയം വേണ്ടി വരും. നല്ല രീതിയിൽ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഈ ഒരു പരുവാകുമ്പം ഒരു 5 to 7 മിനിറ്റ് ആകുമ്പം കണ്ടോ അതിങ്ങനെ വിട്ട് വരും. ഈ ഒരു പരുവാകുമ്പം നമുക്ക് 10 ടേബിൾ സ്പൂൺ ബട്ടർ ഇതുപോലെ ക്യൂബ് ചെയ്ത് വെക്കുക, റൂം ടെമ്പറേച്ചറിലുള്ളത്. എന്നിട്ട് കുറച്ചായിട്ട് ഒറ്റയടിക്ക് ഇടരുത്. ഇതിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് നല്ല രീതിയിൽ നമുക്കിത് കമ്പൈൻ ചെയ്തെടുക്കണം. ഇപ്പം നിങ്ങൾ കൈ കൊണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെയും ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കൈ യൂസ് ചെയ്യാതെ ഫോർക്കിൽ തന്നെ കുറച്ചായിട്ട് ബട്ടർ ആഡ് ചെയ്തിട്ട് ഫോർക്ക് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം കൈ യൂസ് ചെയ്യുമ്പം ഒന്നാമത് നമുക്ക് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് മിക്സ് ആവാൻ പാടായിരിക്കും. അപ്പോൾ സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ച് ചെയ്യുക. അപ്പോൾ ഒറ്റയടിക്ക് ഇടാതെ ആ 10 ടേബിൾ സ്പൂൺ ബട്ടറും ഓരോ തവണയായിട്ട് ഒരു ചെറിയൊരു 1 മിനിറ്റ് ഗ്യാപ്പിൽ ഇട്ട് നല്ല രീതിയിൽ ഇതൊന്ന് കമ്പൈൻ ചെയ്ത് എടുക്കുക. ഇപ്പോൾ നല്ല രീതിയിൽ കമ്പൈൻ ചെയ്തു, കണ്ടോ. ഇങ്ങനെയായിരിക്കും ഡോ കേട്ടോ. നല്ല സ്റ്റിക്കി ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടതും. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മളൊന്ന് സ്പാച്ചുള വെച്ച് കമ്പൈൻ ചെയ്ത് ഇതിൻ്റെ അരികൊക്കെ ഒന്ന് വിട്ടു കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ആ ബൗളിൽ തന്നെ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞാനൊരു ബൗളിലേക്ക് മാറ്റി എന്നിട്ടൊരു ക്ലിംഗ് റാപ്പ് ഇട്ട് നല്ല രീതിയിൽ ഇത് സീൽ ചെയ്ത് അടച്ച് വെച്ച് നമുക്കൊരു ഇത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറെങ്കിലും ഇത് നല്ല വാമായിട്ടുള്ള സ്ഥലത്ത് റേസ് ആവാൻ വെക്കുക. ഇത് ഡബിൾ അപ്പ് ആവണം, ഈ ഡോ ഡബിൾ ആവണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു, നല്ല രീതിയിൽ ഡബിൾ ആയിട്ടുണ്ട് കേട്ടോ ഡോ. ഇനി നമുക്കിത് ക്ലിംഗ് റാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ റേസ് ആയിട്ടുള്ള ആ എയർ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കൈ ഉപയോഗിക്കാം കേട്ടോ, അത്ര സ്റ്റിക്കി ആയിരിക്കില്ല. അപ്പം മെല്ലെ ഒന്ന് ഇതുപോലെ പഞ്ച് ഔട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു റോളിംഗ് ബോർഡിലേക്ക് കുറച്ച് മാവ് ഡസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾക്ക് ഈ ഡോ എടുക്കാം. ഡോ എടുത്തിട്ട് പിന്നെ വലിയ നീഡിങ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡോ ഈ റോളിംഗ് ബോർഡിലേക്ക് മാറ്റിയ ശേഷം, സത്യം പറഞ്ഞാൽ സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഈ ബ്രിയോഷെ ബ്രെഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമ്മൾ റോളിംഗ് ബോർഡിലേക്ക് എടുത്ത ശേഷം ഇത് ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക കൈകൊണ്ട്. അത്ര സ്റ്റിക്കി ആയിരിക്കില്ല, കാരണം ഓൾറെഡി ഇത് റേസായിട്ട് അത്യാവശ്യം അതിൻ്റെ ഗ്ലൂട്ടനൊക്കെ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അത്ര സ്റ്റിക്കി അല്ല. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് കമ്പൈൻ ചെയ്തെടുക്കുക. കമ്പൈൻ ചെയ്തെടുത്ത ശേഷം നീഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒരു സ്ക്രേപ്പറോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുളോ ഉപയോഗിച്ച് ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പം അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിക്കി ആവാതെ വരും. എന്നിട്ട് നമുക്കിത് ഡിവൈഡ് ചെയ്യണം. ഞാനിതിവിടെ ഒരു 6 ഈക്വൽ പോർഷനായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുകയാണേ. എന്നിട്ട് നമുക്ക് ബ്രെഡ് ടിന്നിലോട്ട് ഇത് വെച്ച് കൊടുക്കണം. അപ്പോൾ ബ്രെഡ് ടിന്ന് എന്ന് പറയുന്നത് ലോഫ് പാൻ, എൻ്റെ കയ്യിൽ ബ്രെഡ് ടിൻ തന്നെ ഉണ്ട്. ഇല്ല, ലോഫ് പാൻ ഉള്ളവർ അത് എടുക്കുക. അതിൽ ബട്ടർ നല്ല രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഓരോ പോർഷനും ഇതുപോലെ ഒന്ന് റഫായിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഞാൻ ഈ കാണിക്കുന്ന പാറ്റേണിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഈ 6 പോർഷൻ ഇതുപോലെ ബോളാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഇത് ചെറുതായിട്ടൊന്ന് റേസ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓവൺ ഹീറ്റ് ചെയ്യാൻ വെക്കണ്ട, പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണ്ട. ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യണേ. ബ്രിയോഷെ ബ്രെഡ് ആയതുകൊണ്ട് നമ്മുടെ മറ്റേ നോർമൽ ബ്രെഡ് ചെയ്യുന്ന പോലെ നമ്മൾ ഈ ഡോ ഒത്തിരി സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. അത് തന്നെ കമ്പൈൻ ആയിക്കോളും കേട്ടോ. അപ്പോൾ അതാ ഈ രീതിക്ക് അറേഞ്ച് ചെയ്ത ശേഷം നമ്മളിത് ഒന്നുകൂടെ ഒരു 10-15 മിനിറ്റ് റേസ് ആവാൻ വെക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നല്ല രീതിയിൽ റേസ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇവിടെ അടിച്ച മുട്ട ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അടിച്ച മുട്ടയായിട്ട് ബ്രഷ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ തണുത്ത പാലായാലും നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ബട്ടർ ബ്രഷ് ചെയ്താലും ഓക്കെയാണ്. ഇനി ഓവൺ പ്രീ ഹീറ്റ് ചെയ്യുക 180°-യിൽ. എന്നിട്ട് ഏറ്റവും ടോപ്പറാക്കി വെച്ചിട്ട് നമുക്കിതൊരു 35 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. നിങ്ങളുടെ ഓവൻ്റെ ഹീറ്റ് അനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കുക. ഞാൻ ഗ്യാസ് ഓവണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 40 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ അതാ 40 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മുടെ ബ്രിയോഷെ ബ്രെഡ് നല്ല അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് നല്ല രീതിയിൽ കൂളായ ശേഷം മാത്രം ഇത് മുറിക്കാവൂ. അപ്പം ഞാനിത് കൂളാവാൻ വേണ്ടി ഒരു റാക്കിലേക്ക് ഇത് ഞാനിങ്ങനെ കമത്തി ഇടുന്നുണ്ട്. എന്നിട്ടിത് നല്ല രീതിയിൽ കൂളായ ശേഷം ഞാൻ നിങ്ങൾക്കിത് മുറിച്ച് കാണിക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലൊന്ന് ബട്ടർ മേലെ ബ്രഷ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ ബ്രെഡ് നല്ല രീതിയിൽ കൂളായി കേട്ടോ. നമ്മുടെ അടിപൊളി ബ്രിയോഷെ ബ്രെഡ് ഇവിടെ റെഡിയാണ്. ഞാൻ മുറിച്ച് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് വീട്ടിൽ തന്നെ എത്ര അടിപൊളിയായിട്ട് ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിയോഷെ ബ്രെഡ് തയ്യാറാക്കാൻ പറ്റുമെന്ന് കണ്ടോ. എന്ത് പെർഫെക്റ്റ് ആയിട്ട് യമ്മി ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഇത് നല്ല ഹെവി ആയതുകൊണ്ട് ബട്ടറി ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് കൂടുതലൊന്നും കഴിക്കേണ്ടി വരില്ല. ബ്രിയോഷെ ബ്രെഡ് കഴിച്ചിട്ടുള്ളവർക്ക് അതറിയാമായിരിക്കുമല്ലോ, വെറുതെയും കഴിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ടെക്സ്ചർ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പോലെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ, സ്റ്റേ സേഫ്. Show some love by subscribing, liking, sharing and commenting. Bye bye.